പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്കും എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ആഴമായ ദൈവവിശ്വാസം, സൗഖ്യം. മാർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 56-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു. ഇവിടെ യേശു ഗന്നസരത്ത് എന്ന സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് യേശു എത്തി എന്നുള്ളത് ജനങ്ങൾ കേട്ടു. ആ ദേശത്തിലെ ജനങ്ങൾ കേട്ടു, ജനം അറിഞ്ഞു. സൗഖ്യമാക്കുന്നവൻ നമ്മുടെ ദേശത്ത് വന്നിട്ടുണ്ട് എന്ന് അവിടുത്തെ ജനങ്ങൾ അറിഞ്ഞു. അപ്പൊ യേശു ഈ ഗന്നസരത്ത് എന്ന സ്ഥലത്ത് എവിടെയാണ് എത്തി എന്നറിയാൻ തക്കവണ്ണം അവരാ ഗന്നസരത്ത് എന്ന സ്ഥലത്തെല്ലാം ചുറ്റി, ആ വചനത്തിൽ കാണാൻ കഴിയും, ചുറ്റി ഓടി നടന്നു. യേശു എവിടെയാണ് ഗന്നസരത്ത് വന്നിരിക്കുന്നു എന്നും. അങ്ങനെ അവർ ആ ദേശം ചുറ്റി ഓടി അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് കാണുവാൻ കഴിഞ്ഞത്, യേശു എവിടെയൊക്കെ യേശു പോയോ അവിടെയെല്ലാം ആ ദേശത്തിലെ ജനം രോഗികളെയും കൊണ്ട് യേശു ആ ദേശത്തിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവർ ചുറ്റി ഓടി അന്വേഷിച്ച് രോഗികളുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ പോയി. അതാണ് അവരുടെ വിശ്വാസം, ആഴമായ വിശ്വാസം. അതിനർത്ഥം എന്തെന്നറിയാം? വിടുതൽ തരുന്നവൻ നമ്മുടെ ദേശത്ത് വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വിടിവിക്കുന്നവൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്, വിടിവിക്കുന്ന യേശു എൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞാൽ മതി. നിന്റെ ഭവനത്തിനകത്ത് ആഴമായ വിടുതൽ നടക്കും. ഇവിടെ ആ ദേശത്തിൻ്റെ നടുവിൽ, ഗന്നസരത്ത് എന്ന ദേശത്ത് യേശു വന്നിട്ടുണ്ട് എന്ന് അവിടുത്തെ ജനം മനസ്സിലാക്കിയിട്ട് ആ ദേശത്ത് അവർ ചുറ്റി ഓടി സഞ്ചരിച്ച് യേശു വന്നിരിക്കുന്നത് എവിടെയൊക്കെയെന്ന് അവർ അന്വേഷിക്കുകയാണ്. അവരന്വേഷിച്ചപ്പോൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ആ വചനത്തിൽ കാണുന്നു, ചില ഊരുകളിൽ അവൻ വന്നിട്ടുണ്ട്. ഗന്നസരത്ത് എന്ന് പറഞ്ഞ ചില ഊരുകളിൽ, ചില സ്ഥലങ്ങളിൽ യേശു വന്നിട്ടുണ്ട്. ഇവർ അവിടെ എത്തുമ്പോൾ ഒറ്റയ്ക്കല്ല, രോഗികളായിരിക്കുന്ന കൂട്ടം പേരെ യേശുവിൻ്റെ അടുക്കൽ ജനം കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നും യേശു അടുത്ത് വേറൊരു സ്ഥലത്തേക്ക് പോയി. അതെവിടെയാണ്? ഗന്നസരത്തിനകത്ത് ഒരു പട്ടണത്തിൽ യേശു പോയി. അവിടെയും അവർ രോഗികളുമായി യേശുവിൻ്റെ അടുക്കൽ ഓടി. വീണ്ടും യേശു അവിടെ നിന്ന് അടുത്ത ദൗത്യത്തിന് വേണ്ടി അടുത്ത ഗന്നസരത്ത് വേറൊരു സ്ഥലത്ത് പോയി. അതെവിടെയാണ്? കുടിലുകളിൽ, അതായത് ഭവനങ്ങളിൽ യേശു ചെന്നിരുന്ന് സുവിശേഷം പറയുവാൻ കടന്നുപോയി. അവിടെയും ജനം യേശുവിൻ്റെ അടുക്കൽ രോഗികളുമായിട്ട് കടന്നു ചൊല്ലുകയാണ്. മറ്റൊരു സ്ഥലം എന്ന് പറയും ചന്തകളിൽ. നമ്മൾ മിക്കവാറും കണ്ടിട്ടുണ്ട് യേശു ദൈവവചനം സംസാരിക്കുന്നത് കടൽക്കരയിൽ, പടകുകളിൽ, മലമുകളിൽ. ഇവിടെ ഇതാ യേശു ചന്തകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് സുവിശേഷം പ്രസംഗിക്കും. അതായത് യേശു അവിടെ പോയിട്ടുണ്ട് എന്ന് വാസ്തവമാണ്. ഇവർ യേശുവിനെ അന്വേഷിക്കുന്ന ചന്തകളിലെല്ലാം അവിടെയും പോയി യേശുവിൻ്റെ അടുക്കൽ രോഗികളായിരിക്കുന്നവരെ ആ ദേശത്തിലെ ജനം കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെയും രോഗികളുടെ ഒരു നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. യേശു പോയെടുത്ത് ഗന്നസരത്ത് പോയ സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവിടെയെല്ലാം ആ ജനങ്ങൾ രോഗികളുമായിട്ട് അവരവിടെ എത്തി. എന്നിട്ട് അവരവിടെ എത്തിയിട്ട് അവരുടെ വിശ്വാസം ഭയങ്കര ആഴമായ വിശ്വാസമാണ്. അവർ ആഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്: യേശുവിൻ്റെ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാനെങ്കിലും അവരപേക്ഷിക്കുകയാണ്. പുരുഷാരം ജനവും ഭയങ്കര തിക്കും തിരക്കുമാണ്. ഈ രോഗികളെ കൊണ്ടുപോയിട്ട് യേശുവിൻ്റെ നേർക്ക് നേരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും യേശുവിൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊടാൻ അവരപേക്ഷിക്കുന്നു, അവർ യാചിക്കുന്നു, അവർ ശ്രമിക്കുകയാണ്. അതുപോലെ അവരുടെ ആഗ്രഹം പോലെ യേശുവിൻ്റെ തൊങ്ങൽ തൊട്ടു.
തൊട്ടവർക്കെല്ലാം കൂട്ട സൗഖ്യം ലഭിച്ചു. അതാ നമ്മൾ വായിക്ക് തൊടാനെങ്കിലും അവരാഗ്രഹിച്ചു, തൊട്ടവർക്കെല്ലാം സൗഖ്യമായി. അപ്പോൾ ആ ദേശത്തിലെ ജനത്തിൻ്റെ ആഴമായ വിശ്വാസമാണ് ഒരു രോഗിയല്ല, സകല രോഗികളും സൗഖ്യമാകുന്നു. യേശു ആയിരിക്കുന്ന ഇടത്തെല്ലാം ഇവർ ഓടി ഓടി രോഗികളുമായി പോകുന്നു. ഇവരുടെ ആഗ്രഹം യേശുവിൻ്റെ തൊങ്ങലെങ്കിലും, അതായത് യേശുവിൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ സൗഖ്യമാകുമെന്ന് വിശ്വസിച്ചവർക്കെല്ലാം സൗഖ്യമായി. അതാണ് ഇവരുടെ ആഴമായ വിശ്വാസം. ആ ദേശത്തിലെ ജനം ഒന്നാമതായി അവർക്കൊരു കൂട്ടമായ അസാധാരണമായ രോഗസൗഖ്യം ആ ദേശത്തിൽ വെളിപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം, സൗഖ്യമാക്കുന്നവൻ ദേശത്ത് വന്നു എന്നവർ തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ആ ദേശത്തിൽ യേശു എവിടെ ഉണ്ടെന്നറിയാൻ ആ ദേശം മൊത്തം ചുറ്റി ഓടി സഞ്ചരിച്ചു. യേശു ഉള്ള സ്ഥലങ്ങൾ അവർ കണ്ടെത്തുകയാണ്. കണ്ടെത്തിയിട്ട് അവർ സൗഖ്യമാകാനുള്ള രോഗികളുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ പോയിട്ട് ജനവും പുരുഷാരവും തിങ്ങി നിൽക്കുമ്പോഴും തൊങ്ങലെങ്കിലും തൊടാൻ അവർ അപേക്ഷിക്കുകയാണ്. അവർ തൊട്ടവർക്കെല്ലാം സൗഖ്യമായി. അതാണ് പ്രിയപ്പെട്ടവരെ, നീ വിശ്വാസത്തോടെ യേശുവിനൊന്ന് തൊട്ടാൽ മതി. നീ വിശ്വാസത്തോടെ യേശുവെ ഒന്ന് വിളിച്ചാൽ മതി. നിന്റെ ഭവനത്തിൽ വന്നിരിക്കുന്നത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നിന്റെ ഹൃദയത്തിൽ വാഴുന്നത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഈ ജനം ഗന്നസരത്ത് ദേശത്ത് യേശു വന്നു എന്ന്, അതായത് സൗഖ്യമാക്കുന്നവൻ വന്നു എന്നവർ തിരിച്ചറിഞ്ഞു. രണ്ടാമതായ യേശുവിനെ കാണാൻ അവർ ചുറ്റി ആ ദേശങ്ങൾ ഓടി നടന്ന് സഞ്ചരിച്ചവർ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞു, യേശു പട്ടണത്തിൽ വന്നിട്ടുണ്ട്, ചന്തകളിൽ വന്നിട്ടുണ്ട്, കുടിലുകളിൽ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങൾ വന്നിട്ടുണ്ട്. ആ ദേശത്തിൻ്റെ സ്ഥലങ്ങളാണ്. അവിടെ എല്ലാവരും ഓടി നടന്ന് യേശുവിനെ കണ്ടെത്തി. പോയെടുത്തെല്ലാം രോഗികളുമായി അവർ കടന്നുപോയി. യേശുവിൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ സൗഖ്യമാകുമെന്ന് അവർ വിശ്വസിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ഏതു വിഷയമായിക്കൊള്ളട്ടെ, നിന്നെ സഹായിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ മാനിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ കഴിയുന്ന ഒരുവനെയുള്ളൂ. അത് നസ്രയനായ യേശുവെന്ന് നീ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. തിരിച്ചറിഞ്ഞ് നീ അവനോട് പ്രാർത്ഥിച്ചാൽ പൂർണ്ണമായിട്ട് നിന്റെ ജീവിതത്തിൻ്റെ സ്ഥിതി മാറും, നിന്റെ അവസ്ഥ മാറും, നിന്റെ ഭവനത്തിൻ്റെ അവസ്ഥ മാറും. നീ ഏതു മേഖലകൾ ഭാരപ്പെട്ടാലും യേശു നിന്നെ സൗഖ്യമാക്കുവാൻ ശക്തനാണ്. സൗഖ്യം മാത്രമല്ല, നഷ്ടപ്പെട്ടു പോകുന്ന, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന എന്തുവാണ് അത് കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് മടക്കി തരും. അത് തരുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. സൗഖ്യമാക്കുന്ന, വിടുതൽ തരുന്ന, സ്വസ്ഥത തരുന്ന യേശുവാണെന്ന് നീ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ആ കർത്താവിൽ നിന്ന് നിനക്ക് പൂർണ്ണ വിടുതൽ ലഭിക്കും. ഈ ജനത്തിന് കൂട്ടമായ സൗഖ്യം ലഭിച്ചതിൻ്റെ കാരണം, ആ ദേശത്ത് യേശു വന്നിട്ടുണ്ടെന്ന്, സൗഖ്യമാക്കുന്നവൻ അവരെ ദേശത്ത് വന്നിട്ടുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. രണ്ടവർ ചുറ്റി ഓടി നടന്ന് സഞ്ചരിച്ച് യേശു ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാവരും ഓടിച്ചെന്ന് കണ്ടെത്തി. എന്നിട്ട് അവർ ആവശ്യക്കാർ ഓടിയെത്തി യേശുവിനെ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചു. വിശ്വാസത്തോടെ തൊട്ടവർക്കെല്ലാം, ആഴമായി യേശുവിൽ വിശ്വസിച്ചവർക്കെല്ലാം ഉടനെ സൗഖ്യം ലഭിച്ചു. നീ വിശ്വസിക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയും. വചനത്തിൽ ഇങ്ങനെയാണ്, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുക, അവനെ തൊട്ടവർക്കൊക്കെ സൗഖ്യം വരികയും ചെയ്തു. അവർ തൊട്ടവർക്കെല്ലാം സൗഖ്യമായി. സൗഖ്യമാക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് നീ ഒന്നാമതായി തിരിച്ചറിയണം. ഗന്നസരത്ത് ദേശത്തിലെ ജനം സൗഖ്യമാക്കുന്നവൻ വന്നിട്ടുണ്ടെന്നവർ ഒന്നാമതായി തിരിച്ചറിഞ്ഞിട്ട് യേശു എവിടെ ഉണ്ടെന്നവർ ഓടി സഞ്ചരിച്ച് കണ്ടെത്തിയിട്ട് അവരവിടെ കടന്നുപോയി. യേശുവിൻ്റെ തൊങ്ങൽ തൊട്ടു. വസ്ത്രത്തിൽ വിശ്വാസത്തോടെ സ്പർശിച്ചവരെല്ലാം സൗഖ്യമായി. നീ യേശുവിനൊന്ന് തൊട്ടാൽ മതി. നിന്റെ വിശ്വാസത്താൽ നിന്റെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ച്, കർത്താവേ
എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം, കഴിഞ്ഞ നാൾ ഞാൻ അനുഭവിക്കുന്ന വിഷയത്തിൽ ഒരു വിടുതൽ ഞാൻ വിശ്വസിക്കുന്നു. നിന്നിൽ നിന്നൊരു സ്പർശനം മാത്രം മതി, നിനക്ക് മാത്രമേ എന്നെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് നീ വിശ്വസിക്ക്. പൂർണ്ണ വിടുതൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഈ വചനത്തോട് ഒരുമിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നിമിഷത്തിനായി നന്ദി. ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. യേശുവാണ് വിടുവിക്കുന്ന തിരിച്ചറിഞ്ഞ് ആ കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തിനായി ഞാൻ ഇവരെ വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.